Alternating series. Alternating series എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സീരീസ് ആണ്. നമുക്ക് ആദ്യം അതിന്റെ ഡെഫിനിഷൻ നോക്കാം, എന്നിട്ട് എക്സ്പ്ലനേഷൻ പറയാം. A series sigma I running from 1 to infinity AI is called alternating or alternating series if the terms AI are alternately positive and negative, and if the absolute value mod AI are decreasing to 0. That is, if A1 greater than 0, then the next term A2 will be less than 0, and the next term A3 is greater than 0, next term A4 is less than 0, like this. Or if the first term A1 is less than 0, then the next term A2 is greater than 0, etc. Condition 2 is that mod A1 greater than or equal to mod A2, that is greater than or equal to mod A3, etc. And third one is that limit I tending to infinity mod AI equal to 0. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത് സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to infinity AI ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആവണമെങ്കിൽ അതിന്റെ ടേംസ് എന്ത് ഫോളോ ചെയ്യണം? A1 ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത ടേം നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ അതിന്റെ അടുത്ത ടേം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അടുത്ത ടേം നെഗറ്റീവ് ആയിരിക്കും. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോ A1 സ്റ്റാർട്ടിംഗ് ടേം A1 ഗ്രേറ്റർ ദാൻ 0 ആവണമെന്നില്ല. A1 ലെസ് ദാൻ 0 ആയിരുന്നെങ്കിൽ അടുത്ത ടേം ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. നെക്സ്റ്റ് ടേം A3 ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0, എക്സെട്ര, ലൈക്ക് ദാറ്റ്. അപ്പൊ കണ്ടീഷൻ 1 ഇതാണ് പറയുന്നത്. ഇനി കണ്ടീഷൻ 2 പറയുന്നത് മോഡ് A1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് A2 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് A3. അതായത് ആ സീരീസിലെ ടേംസിന്റെ മോഡ്ലെസ് വാല്യൂസ് ഡിക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് മോഡ് A1 തന്നെയാണ്, ഫസ്റ്റ് ടേം തന്നെയാണ്. അടുത്ത ബിഗ്ഗർ വാല്യൂ എന്ന് പറയുന്നത് A2ന്റെ മോഡ്ലെസ് തന്നെയാണ്. അതിനേക്കാൾ ചെറുതാണ് എന്ത്? A3, എക്സെട്ര. ഓക്കെ, നൗ തേർഡ് കണ്ടീഷൻ പറയുന്നത് മോഡ് AI ലിമിറ്റ്, ദാറ്റ് ഈസ് ലിമിറ്റ് I ടെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡ് AI എന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ബി 0. അപ്പൊ ഈ പറഞ്ഞ 3 കാര്യങ്ങളെ ഒന്നിച്ച് പറഞ്ഞതാണ് ഇവിടെ. A series sigma AI is called alternating if the terms AI are alternately positive and negative. അപ്പോൾ ആദ്യത്തെ കാര്യം വന്നു. And if the absolute values mod AI are decreasing to 0. Decreasing to 0 എന്ന് ഇവിടെ decreasing എന്ന് പറഞ്ഞു. Terms decrease ചെയ്ത് വരികയാണ് മോഡ് വാല്യൂസ്. And it tends to 0. അപ്പോൾ അതാണ് കണ്ടീഷൻ 3 പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു സീരീസ് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ആ സീരീസിനെ പറയുന്ന പേരാണ് എന്ത്? ഓൾട്ടർനേറ്റിംഗ് സീരീസ്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു എക്സാമ്പിൾ എഴുതാം. എ സീരീസ് ഓഫ് ദി ഫോം 1 minus 1/2 plus 1/3 minus 1/4 plus 1/5, അല്ലെ? അടുത്ത ടൈം എന്തായിരിക്കും? -1/6 പ്ലസ് എക്സെട്ര. ഈ സീരീസിന്റെ nth ടേം ഇല്ലെങ്കിൽ ith ടേമോ nth ടേമോ ജനറൽ ആയിട്ടുള്ള ഒരു ടേം, അതായത് ith ടേം എടുക്കാം. ദിസ് വിൽ ബി ഓഫ് ദി ഫോം -1 raised to I plus 1 by I. സോ ഇതായിരിക്കും ഈ ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസിന്റെ ith ടേം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ. ഫസ്റ്റ് ടേം എന്താ? A1 ഈസ് 1, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. A1 ഗ്രേറ്റർ ദാൻ 0 ആണ്. അടുത്ത ആളെ ആരാ? A2 എന്താ? -1/2 ആണ്. ശരിയല്ലേ? ദിസ് ഈസ് ലൈക്ക് പ്ലസ് -1/2, അല്ലെ? അപ്പൊ A2 എന്തായി? ലെസ് ദാൻ 0 ആയി. അടുത്ത ആള് A3 ആണ്, ദാറ്റ് ഈസ് 1/3, ദാറ്റ് ഈസ് അഗൈൻ ഗ്രേറ്റർ ദാൻ 0. നെക്സ്റ്റ് ടേം A4, ദാറ്റ് ഈസ് -1/4, ലെസ് ദാൻ 0, എക്സെട്ര. അപ്പൊ കണ്ടീഷൻ 1 ഓക്കെ ആണ്. ഇനി നോക്കൂ, ഫസ്റ്റത്തെ വാല്യൂ എന്താ? ഫസ്റ്റത്തെ ആളുടെ മോഡ് വാല്യൂ 1 ആണ്. A1ന്റെ മോഡ് 1 ആണ്. A1 മോഡ് ഇടേണ്ട ആവശ്യമില്ല, ഓൾറെഡി പോസിറ്റീവ് ആണ്. വാട്ട് ഈസ് മോഡ് A2? മോഡ് A2 എന്ന് പറയുന്നത് മോഡ് ഓഫ് -1/2, ദാറ്റ് ഈസ് 1/2. മോഡ് A3 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് 1/3 തന്നെ. മോഡ് A4 എന്ന് പറയുന്നത് മോഡ്ലെസ് ഓഫ് -1/4, ദാറ്റ് ഈസ് 1/4, എക്സെട്ര. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ. മോഡ് A1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് A2. ശരിയല്ലേ? ഈക്വൽ ടുന്റെ ആവശ്യമില്ല, ഗ്രേറ്റർ തന്നെയാണ്. അപ്പൊ 1 ഈസ് ഗ്രേറ്റർ ദാൻ 1/2. അടുത്ത ടേം എന്താണ്? 1/2 കഴിഞ്ഞ് വരുന്നത് 1/3 ആണ്. സോ 1/2 ഈസ് ഗ്രേറ്റർ ദാൻ 1/3. 1/3 എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? മോഡ് A3 തന്നെയാണ്. ശരിയല്ലേ? ആൻഡ് നെക്സ്റ്റ് ടേം ഈസ് A4, എക്സെട്ര. So this condition also true, second condition. Now last condition is that what is limit I tending to infinity mod AI, that is limit I tending to infinity mod
ഓഫ് -1 റേസ് ടു I plus 1 by I. അപ്പോൾ മൈനസിന്റെ മോഡ് എടുക്കുമ്പോൾ അത് തന്നെയാണ് 1 തന്നെയാണ് വരിക. സോ ദിസ് ഈസ് ലിമിറ്റ് I ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 by I. നിങ്ങൾക്ക് ഈ ഐയിൽ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ടെക്സ്റ്റിൽ അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദിസ് ഈസ് ലൈക്ക് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 by n. This we know is 0. So this is 0. So condition 3 is also satisfied. So this series is called an alternating series. അപ്പൊ ഇനി ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ പറയാൻ പറ്റും അതെങ്ങനെ. ഫസ്റ്റ് ടേം എന്താണ്? ഇത് പ്ലസ് സൈൻ ആണ്, അടുത്ത മൈനസ് ആണ്, പ്ലസ് ആണ്, മൈനസ് ആണ്, പ്ലസ് ആണ്, മൈനസ് ആണ്. അപ്പൊ കണ്ടീഷൻ 1 ഓക്കെ ആണ്. ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും വന്ന കണ്ടീഷൻ 1 ഓക്കെ ആണ്. ഇനി ടേംസ് നോക്കുക. നിങ്ങൾ ഈ പ്ലസും മൈനസിനൊന്നും ആലോചിക്കേണ്ട, ഈ ടേംസ് മാത്രം നോക്കിയാൽ മതി. 1 ആണ് ഇവിടെ. അതിനേക്കാൾ ചെറിയ വാല്യൂ ആണ് എന്ത്? 1/2. അതിനേക്കാൾ ചെറുതാണ് എന്ത്? 1/3. അതിനേക്കാൾ ചെറുതാണ് എന്ത്? 1/4 എക്സെട്ര. ഈ വാല്യൂസ് ഒക്കെ ചെറുതായി വരികയാണ്. അപ്പൊ കണ്ടീഷൻ 2ഉം ഓക്കെ ആണ്. ആൻഡ് ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ടേംസ് ഏത് ഫോമില? 1, 1/2, 1/3, 1/4, 1/5 ആ ഫോമില കിടക്കണത്. നിങ്ങൾ പ്ലസ് മൈനസ് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ലൈക്ക് ദിസ് ഈസ് ലൈക്ക് 1/n. 1/n പോലത്തെ ആളാണ്. 1/n എവിടേക്ക് കൺവേർജ് ചെയ്യണത്? കൺവേർജസ് ടു 0. സോ കണ്ടീഷൻ 3 ഓൾസോ സാറ്റിസ്ഫൈഡ്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ alternating series. Now we can go through the alternating series test. Alternating series test alternating series ന്റെ convergence നെ പറ്റി പറയുന്നതാണ്. First one, if sigma I running from 1 to infinity ai is a series such that ai alternate in sign are decreasing in absolute value and tend to 0, then it converges. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് എന്ത് തന്നെയാണ് പറയുന്നത്? ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ ഡെഫിനിഷൻ തന്നെയാണ് പറയുന്നത്. സീരീസ് എ ഐ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആയിരിക്കണം ഇൻ സൈൻ ആൻഡ് ഡിക്രീസിംഗ് ആയിരിക്കണം അബ്സല്യൂട്ട് വാല്യൂസ്. അതായത് മോഡ് A1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മോഡ് A2 എക്സെട്ര. ആൻഡ് ദാറ്റ് ടെൻസ് ടു 0. മോഡ് AI ടെൻസ് ടു 0. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എല്ലാം എന്താണ്? കൺവേർജന്റ് ആണ്. ഓക്കെ, കാരണം ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ കൺവേർജൻസിലും പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം കൂടെ അതിൽ സ്പെഷ്യൽ ആയിട്ട് പറയുന്നുണ്ട്. ദ എറർ മെയ്ഡ് ഇൻ അപ്രോക്സിമേറ്റിംഗ് ദ സം ബൈ Sn, ദാറ്റ് ഈസ് പാർഷ്യൽ സം I running from 1 to n ai is not greater than mod an plus 1. അതിന്റെ അർത്ഥം നമുക്കറിയാം, ഒരു സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം Sn എന്തിലേക്ക് കൺവേർജ് ചെയ്യും? S ലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോ ഒരു സീരീസ് സിഗ്മ I running from 1 to infinity ai തന്നിട്ടുണ്ടെങ്കിൽ ഈ സമ്മ് കാണാൻ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ അതിന് പകരമുള്ള Sn എടുക്കും. Sn എന്ന് പറയുന്നത് ആരാ? ആദ്യത്തെ n ആൾക്കാരുടെ സമ്മാണ്, ശരിയല്ലേ? എന്നിട്ട് എന്ത് നമ്മൾ നോക്കും? ഈ Sn കൺവേർജ് ചെയ്യണ്ടോ നോക്കും. Sn കൺവേർജസ് ടു S ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ സീരീസ് ഓൾസോ കൺവേർജസ് ആൻഡ് ദ വാല്യൂ ഈസ് S. അപ്പൊ നമുക്കൊരു സംശയം വരാം, ഈ Sn മാത്രം എടുക്കുന്ന സമയത്ത് ഈ സീരീസിന്റെ വാല്യൂ കറക്റ്റ് വാല്യൂ കിട്ടുമെന്ന്. കാരണം ഇപ്പൊ S10 എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 10 ആൾക്കാരെയാണ് നമ്മൾ സം ചെയ്യണുള്ളൂ, ശരിയല്ലേ? സീരീസിൽ ശരിക്കും എത്ര ആൾക്കാരെ സമ്മയുണ്ട്? പ്ലസ് എക്സെട്ര A11 A12 എല്ലാം സമ്മയുണ്ട്. പക്ഷെ Sn ആണ് S എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ എന്താ പറഞ്ഞത്? Sn S ലേക്ക് പോവും. ദാറ്റ് മീൻസ് ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി, അല്ലെ? ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി Sn ടെൻസ് ടു S എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മോഡ് an പ്ലസ് 1 അതിനേക്കാട്ടിലും വലുതാവാൻ പോണില്ല ദ എറർ അപ്രോക്സിമേറ്റഡ് ബൈ ദിസ് Sn. അതായത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ആൾട്ടർനേറ്റിംഗ് സീരീസിൽ ദിസ് ഈസ് സിഗ്മ I റണ്ണിംഗ് ഫ്രം 1 ടു ഇൻഫിനിറ്റി ai ഈസ് Sn എന്ന് തന്നെ നമ്മൾ എഴുതാൻ പോവാണ്. S അല്ല എഴുതണത്. Sn എവിടേക്കാ കൺവേർജ് ചെയ്യണമെന്നൊന്നും നമ്മൾ നോക്കണില്ല. Sn തന്നെയാണ് നമ്മൾ അവിടെ എഴുതാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? ബിക്കോസ് കണ്ടീഷൻ 2ൽ പറയുന്നത് ആ എറർ എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ an പ്ലസ് 1 ആണ്, മോഡ് an പ്ലസ് 1. ദാറ്റ് മീൻസ് ദിസ് ഈസ് ദി ആക്ച്വൽ വാല്യൂ സിഗ്മ I റണ്ണിംഗ് ഫ്രം 1 ടു ഇൻഫിനിറ്റി ai. ഇതാണ് ശരിക്കും ആ സീരീസിന്റെ ഫുൾ സമ്മ് മൈനസ് Sn. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതാണല്ലോ എറർ. ആക്ച്വൽ സീരീസിന്റെ സമ്മാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ശരിക്കും S. ഇതും Sn തമ്മിലുള്ള ഡിഫറൻസ് എന്തേ ആവുള്ളൂ എന്ന് പറയുന്നത്? ദിസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ മോഡ് an പ്ലസ് 1. ഇതിനേക്കാൾ ചെറിയ നമ്പർ ആയിരിക്കും. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഷോ ദാറ്റ് ദ സീരീസ് 1 minus 1/2 plus 1/3 minus 1/4 plus 1/5 converges and find its sum with an error of not more than 0.04. അപ്പൊ ആദ്യത്തെ പാർട്ട് നമുക്ക് ചെയ്യാം. തന്നിരിക്കുന്ന സീരീസ് എന്താ? 1 minus 1/2 plus 1/3 minus 1/4
പ്ലസ് എക്സെട്ര ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് വെച്ചാൽ കണ്ടീഷൻ 1 ട്രൂ ആണ്. കണ്ടീഷൻ 1 എന്താ പറയുന്നത്? A1 greater than 0, A2 is less than 0 here, A3 that is 1/3 is greater than 0, അടുത്ത ആൾ A4 less than 0. ഓക്കെ, സോ കണ്ടീഷൻ 1 ഹോൾഡ് ചെയ്യും. 2 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റത്തെ വാല്യൂന്റെ അബ്സല്യൂട്ട് വാല്യൂ ദാറ്റ് ഈസ് 1 അല്ലെ. A1ന്റെ മോഡ് വാല്യൂ പറഞ്ഞാൽ എഴുതേണ്ട ആവശ്യമില്ല, 1 തന്നെയാണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അടുത്ത ആളുടെ മോഡ് വാല്യൂ ദാറ്റ് ഈസ് -1/2ന്റെ മോഡ്, that is greater than or equal to next ആളുടെ മോഡ് that is 1/3, that is greater than or equal to mod of -1/4, etc. That means mod A1 is greater than or equal to mod A2, greater than or equal to mod A3, etc. So condition 2 is also true. And what about the third one? Third one is limit I tending to infinity mod AI. അത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. This will be limit I tending to infinity 1/i നമ്മൾ ചെയ്തത് തന്നെയാണ്. സോ ദിസ് ഈസ് 0. അപ്പൊ ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. 3 കണ്ടീഷൻസും ഫോളോ ചെയ്തു. ഓൾട്ടർനേറ്റിംഗ് സീരീസുകളൊക്കെ എന്ത് തന്നെയാണ്? കൺവേർജന്റ് ആണ്. അതാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റിലെ 1 പറയുന്നത്. സോ ദിസ് ഈസ് എ കൺവേർജന്റ് സീരീസ്. കൺവേർജന്റ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു സം ഉണ്ട്. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു സം എസ്. ആ എസ് കാണാൻ ഒന്നുകൂടി പറയണം, ആ എസ് കാണാൻ നമ്മൾ സാധാരണ ചെയ്യണത് എസ് എന്ന് പറയുന്ന പാർഷ്യൽ സമ്മിനെ കണ്ടുപിടിക്കും. എന്നിട്ട് അയാൾ എവിടേക്കാ കൺവേർജ് ചെയ്യാൻ നോക്കും. അയാൾ കൺവേർജ് ചെയ്യണ എസിനെയാണ് സീരീസിന്റെ സം എന്ന് പറയാം. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്നിക് എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to infinity AI ആൻഡ് സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to n AI, അതായത് ഫുൾ സീരീസും എസ് എന്നും തമ്മിൽ, ഇതിനെയാണല്ലോ നമ്മൾ എസ് എന്ന് വിളിക്കുക, ഫസ്റ്റത്തെ n ആൾക്കാരുടെ സമ്മ്. ഇത് എന്താണ്? ദിസ് ഈസ് ലെസ് ദാൻ മോഡ് an+1 ആണ്. ഓക്കെ, ദിസ് ഈസ് ലെസ് ദാൻ മോഡ് an+1 ആണ്. an+1 എന്താ അവിടെ സീരീസിൽ? an+1 എന്ന് പറയുന്നത് -1/n+1/n+1 ആണ്. അയാളുടെ മോഡ് എടുത്താൽ എന്ത് കിട്ടും? മോഡ് an+1 ഈസ് ലെസ് ദാൻ മോഡ് an+1 ഈസ് equal to 1/n+1. So this is like sigma I running from 1 to infinity AI minus Sn is less than 1/n+1. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫുൾ സീരീസിന്റെ സം ഒന്നും കാണണ്ട, ഫൈൻഡ് ഇറ്റ് സം വിത്ത് ആൻ എറർ ഓഫ് നോട്ട് മോർ ദാൻ 0.04. 0.04 എറർ ഉള്ളിൽ കണ്ടുപിടിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 0.04 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ദിസ് ഈസ് 0.04 ഈസ് ആക്ച്വലി 1/25. അപ്പൊ നമുക്ക് ഇതിനെ 1/25 എന്ന് എടുക്കാം. ഓക്കെ, എന്തുകൊണ്ട് 1/25 എന്ന് എടുത്തത്? കാരണം സീരീസിന്റെ ആക്ച്വൽ സമ്മും എസ് എന്നും തമ്മിലുള്ള ഡിഫറൻസ് 1/n+1 ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് 0.04 കുറവാവുന്ന രീതിയിലാണ് നമുക്ക് സം കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ 1/25. അതിന്റെ അർത്ഥം എന്താ? എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1/n+1 ലെസ് ദാൻ 1/25 മീൻസ് n+1 ഈസ് ഗ്രേറ്റർ ദാൻ 25. That is n is greater than 24. Okay, so n value greater than or equal to, this can be equal അല്ലേ? ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ n is greater than or equal to 24. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ S24 കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to 24 AI. ഇത്രയും ആൾക്കാരുടെ സം എഴുതിയിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം? ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആ സം എന്ന് പറയുന്നത് എന്താ വരിക? 1 -1/2 + 1/3 എക്സെട്ര. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് -1/24 വരും. അപ്പൊ ഇത് കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദിസ് ആസ് 0.67. അപ്പോൾ ഈ സീരീസിന്റെ സം എന്ന് പറയുന്നത് 0.67 ആണ്. സീരീസിന്റെ സമ്മ് 0.67 അല്ല കറക്റ്റ് വാല്യൂ, ബട്ട് ആക്ച്വൽ വാല്യൂവിൽ നിന്ന് ഇയാൾ 0.04ന്റെ എറർ, അത്ര എററേ ഉള്ളൂ. അതായത് 0.67ന്റെ 0.04 എററിനുള്ളിലായിരിക്കും ഈ വാല്യൂ കിടക്കുന്നത്. സോ 0.67 ഈസ് ദി അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദി given series. Next, test for convergence. Sigma I running from 1 to infinity -1 raised to I by
1 plus I square. അപ്പോൾ ഈ സീരീസിനെ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ആ സീരീസിന്റെ ടേംസ് വേണമെങ്കിൽ ജസ്റ്റ് എഴുതി നോക്കാം. സിഗ്മ മൈനസ് 1 റേസ് ടു ഐ ബൈ 1 പ്ലസ് ഐ സ്ക്വയർ. അപ്പൊ ഫസ്റ്റ് ടേം എന്താ? ഐക്ക് നമ്മൾ എത്ര കൊടുക്കണം? ഐക്ക് നമ്മൾ 1 കൊടുക്കണം. 1 കൊടുക്കുന്ന സമയത്ത് മൈനസ് 1 റേസ് ടു 1 ദാറ്റ് ഈസ് മൈനസ് 1 ബൈ 1 അല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 മൈനസ് 1 ബൈ 4 ആണ് ആ സീരീസിന്റെ ഫസ്റ്റ് ടേം. ഓക്കെ, ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് എന്താ? അടുത്ത ടേം എന്ന് പറയുന്നത് ഐക്ക് 2 കൊടുക്കണം. ഐക്ക് 2 കൊടുക്കുമ്പോൾ മൈനസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 1 ബൈ 1 plus 2 that is 3 square that is 9. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? മൈനസ് 1 റേസ് ടു 3 ആണ് ദാറ്റ് ഈസ് മൈനസ് 1 ബൈ 3 പ്ലസ് 1 ദാറ്റ് ഈസ് 4 സ്ക്വയർ 16 എക്സെട്ര. സോ ഇവിടെ A1 എന്ന് പറയുന്നത് എന്താ? നെഗറ്റീവ് ആണ്, A2 പോസിറ്റീവ് ആണ്, A3 നെഗറ്റീവ് ആണ് എക്സെട്ര. സോ കണ്ടീഷൻ 1 ട്രൂ ആയി. ഇനി മോഡ് വാല്യൂസ് നോക്കിക്കോ. മോഡ് A1 എന്താ? മോഡ് ഓഫ് മൈനസ് 1 ബൈ 4 that is 1 by 4 that is greater than or equal to 1 by 9. 1 by 9 എന്ന് പറയുന്നതാണ് മോഡ് A2. അതുപോലെ തന്നെ മോഡ് A3 ഒക്കെ വരും. സോ മോഡ് A1 is greater than or equal to മോഡ് A2 greater than or equal to etc. So condition 2 also satisfied. Now what is the ith term? Ith term is this one അല്ലേ? ith term എന്ന് പറയുന്നത് AI എന്ന് പറയുന്നത് മൈനസ് 1 റേസ് ടു I ബൈ 1 പ്ലസ് I സ്ക്വയർ ആണ്. ഇത് സീറോയിലേക്ക് മോഡ് വാല്യൂ സീറോയിലേക്ക് കൺവേർജ് ചെയ്യണ്ടോ നോക്കാം. സോ വാട്ട് ഈസ് മോഡ് AI? മോഡ് AI എന്ന് പറയുന്നത് 1 ബൈ 1 പ്ലസ് ഐ സ്ക്വയർ ആണ്. സോ ഡിനോമിനേറ്ററിലാണ് ഐ വരുന്നത്. അപ്പൊ ലിമിറ്റ് ഐ ടെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡ് AI എന്ത് വരും? ദിസ് വിൽ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇത് ടെൻസ് ടു 0 എന്ന് പറയാം അല്ലെ? അപ്പൊ മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ ദിസ് ഈസ് ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഹെൻസ് ഇറ്റ് കൺവേർജസ്. ക്ലിയർ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇതിന്റെ വാല്യൂ കാണാൻ പറഞ്ഞിട്ടില്ല. വാല്യൂ കാണാൻ പറഞ്ഞു വെച്ചാൽ നേരത്തെ പോലെ തന്നെ ചെയ്യുക. വിത്ത് ആൻ എറർ എന്ന് പറയും. അപ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ വാല്യൂ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആയിട്ട് തോന്നും. ഓക്കെ, ഞാനിത് ജസ്റ്റ് റബ്ബ് ചെയ്യാണ്. ഇത് കാണുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് ആണ് മൈനസ് ആണ് പ്ലസ് ആണ് മൈനസ് ആണ് അങ്ങനെ തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതിന്റെ അവസ്ഥ എന്താണ്. ദിസ് ഈസ് 1 മൈനസ് 1 ബൈ 2 പ്ലസ് 2 ബൈ 3 മൈനസ് 1 ബൈ 3 പ്ലസ് 2 ബൈ 4 പ്ലസ് എക്സെട്ര. വാട്ട് ഈസ് മോഡ് A1? മോഡ് A1 എന്ന് പറയുന്നത് 1 ആണ്. മോഡ് A2 എന്താ? ദാറ്റ് ഈസ് 1 ബൈ 2. അപ്പോൾ ഇത് ഓക്കെയാണ്. മോഡ് A1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് A2 കാരണം 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ 2 ആണ്. പിന്നെ വാട്ട് അബൌട്ട് മോഡ് A3? മോഡ് A3 എന്ന് പറയുന്നത് 2 ബൈ 3 ആണ്. 2 ബൈ 3 1 ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര വരിക? 1 ബൈ 2 എന്ന് പറയുമ്പോൾ 0.5 ആണ്. 2 ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര വരിക? 2 ബൈ 3 എന്ന് പറയുമ്പോൾ 0.66 ആണ്. സോ മോഡ് A2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് A3 എന്ന് പറയാൻ പറ്റുമോ? ഇത് 0.5 ആണ്, ഇത് 0.6 ആണ്. സോ ദിസ് ഈസ് നോട്ട് ട്രൂ. സോ കണ്ടീഷൻ 2 ഈസ് നോട്ട് ഹോൾഡിംഗ് ഹിയർ. സോ ദിസ് ഈസ് നോട്ട് ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ദിസ് ഈസ് നോട്ട് ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ഓക്കെ, അപ്പൊ ഇതിന് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇയാൾ കൺവെർജന്റ് ആണോ എന്ന് നമുക്ക് ഇത് പ്രകാരം പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിനെ വേറൊരു കാര്യം ചെയ്ത് നോക്കാം. ഇതിനെ ടേംസിനെ പെയർ ആക്കി എഴുതി നോക്കാം. ഫസ്റ്റത്തെ രണ്ടാളെ പെയർ ചെയ്തു, അടുത്ത രണ്ടാളെ പെയർ ചെയ്തു, അടുത്ത രണ്ടാളെ പെയർ ചെയ്തു എക്സെട്ര. അപ്പൊ ഈ സീരീസ് എന്താ വരുന്നത്? ആദ്യത്തെ ആള് 1 മൈനസ് 1 ബൈ 2 ആണ്. അടുത്ത ആള് 2 ബൈ 3 മൈനസ് 1 ബൈ 3 ആണ്. അടുത്ത ആള് 2 ബൈ 4 മൈനസ് 1 ബൈ 4 ആണ് എക്സെട്ര. അപ്പൊ ഈ ടേംസ് എന്താ വരുന്നത്? 1 മൈനസ് 1 ബൈ 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 ബൈ 2 പ്ലസ് 2 മൈനസ് 1 ബൈ 3 അതായത് 1 ബൈ 3. അടുത്തത് 2 മൈനസ് 1 ബൈ 4 ദാറ്റ് ഈസ് 1 ബൈ 4. അടുത്ത ടേം 1 ബൈ 5. സോ ദിസ് ഈസ് ആൻ ഹാർമോണിക് സീരീസ്. ഇതിലൊരു 1ന്റെ കുറവേ ഉള്ളൂ അല്ലെ? 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 എക്സെട്ര. ഇതെന്താ നമുക്കറിയാം? ഡൈവേർജന്റ് ആണെന്ന് അറിയാം. സോ ദിസ് ഡൈവേർജസ്. അപ്പൊ ഈ തന്നിരിക്കുന്ന സീരീസ് തെറ്റിദ്ധരിക്കരുത്, ഇത് ഓൾട്ടർനേറ്റീവ് സീരീസ് അല്ല. ഇത് ഹാർമോണിക് സീരീസ് 1 എന്ന് പറയുന്ന എലിമെന്റിനെ മാത്രം ഒഴിവാക്കിയ ആളാണ്. ഈ സീരീസ് എന്തായിരിക്കും? ഡൈവേർജസ് ആയിരിക്കും. കാരണം കംപ്ലീറ്റ് ഹാർമോണിക് സീരീസ് തന്നെ ഡൈവേർജന്റ് ആണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു എസ് അല്ലെ? അങ്ങനെ ഒരു ഫൈനൈറ്റ് സം കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ആകെ ഒരു 1 ഒഴിവാക്കിയിട്ടുള്ളൂ.
അപ്പൊ ഇത്രയാണ് ഓൾട്ടർനേറ്റീവ് സീരീസിനെ പറ്റി പറയാനുള്ളത്.